കാരണം നാളെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നെന്ന് വരും. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ ചിലരെ ദൈവം റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ ഓരോരുത്തരും കാണപ്പെടണം. അതിനായിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യാശിക്കാൻ ഒരു വകയുണ്ട്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ദുഷ്ടൻ ജയിക്കത്തില്ല, അവൻ കളിക്കും കുറെ. പക്ഷെ ഈ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ല. അത് അപ് ടു ഡേറ്റ്, അത് അങ്ങനെ തന്നെയാ വചനം. അതിന് ഒരു മാറ്റമില്ല. നമ്മൾ ഈ കാണുന്ന പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കർത്താവ് ഒരു വ്യക്തിയായിട്ടായാലും ചെറിയ കൂട്ടമായിട്ടായാലും ഒരു ശേഷിപ്പിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് സഭയെക്കുറിച്ച്. ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. അതിനെ നിവർത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് നേരിട്ട് വരാൻ പറ്റത്തില്ല. നമ്മളാണ് അതിന്റെ വെസൽസ്, നമ്മളാണ് അതിന്റെ ഉപകരണങ്ങൾ, നമ്മളാണ്. അപ്പൊ ദൈവം ത്രൂ നമ്മളിൽ കൂടെ അത് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ആ മെസ്സേജിന്റെ മെയിൻ ആ ഒരു തീം എന്ന് പറയുന്നത് സമയത്തും അസമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. സമയത്തും അസമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കുക. കാരണം നാളെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നെന്ന് വരും. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ ചിലരെ ദൈവം റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ ഓരോരുത്തരും കാണപ്പെടണം. അതിനായിട്ട് ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെങ്കിൽ 29-ാം അധ്യായത്തിൽ നമ്മൾ കടക്കുന്നതിന് മുമ്പ് 28 കൂടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് വിടാം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ വേഗത്തിൽ ഓടിച്ചു വിടാം, ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. 28-ന്റെ 1 തൊട്ട് 3 വരെ ഞാൻ വായിക്കാം. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. എന്നാൽ തന്റെ പിതാവ് ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അവൻ ബെൽ ഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്നും യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛ ആചാരപ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശനം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി അപ്പം ഞാൻ അപ്പൊ ആ രാജാവിന് ഒരു വിക്കറ്റ് കിങ് ആയിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അയാള് ദൈവത്തെ അന്വേഷിക്കാതെ, തന്റെ പിതാവായ ദാവീദിന്റെ കാഴ്ചയുടെ പിൻപറ്റാതെ അദ്ദേഹം ദുഷ്ടത പ്രവർത്തിക്കാൻ തന്റെ പുത്രന്മാരെയൊക്കെ ഈ വിഗ്രഹങ്ങൾക്കൊക്കെ അഗ്നിപ്രവേശനം ചെയ്യിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഈ രാജാവിനെ നമ്മൾ കാണുന്നുണ്ട് 2 ലക്ഷത്തോളം സ്ത്രീകളെയും പുത്രന്മാരെല്ലാം ഇവരെ ക്യാപ്റ്റിവേറ്റ്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഭാഗത്തെ താഴോട്ട് വരുമ്പം 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. പിന്നെ 20-ാമത്തെ വാക്യം, അശ്ശൂർ രാജാവായ തിൽഗത്ത് പിൽനെസർ അവന്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരിക്കതേ ഉള്ളൂ. ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തു. കണ്ടോ? അപ്പൊ സഹായത്തിനുണ്ട് അശ്ശൂർ രാജാവിന് ഹെൽപ്പ് ചോദിച്ചതപ്പം അദ്ദേഹം ഹെൽപ്പ് ചെയ്യാതെ ഇവർ ഒന്നുകൂടി ഞെരുക്കുകയാണ് ചെയ്തത്. പിന്നെ 24-ാമത്തെ വാക്യം, ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ചു, യഹോവയുടെ ആലയത്തിന് വാതിലുകൾ അടച്ചു കളഞ്ഞു, യെരൂശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠം ഉണ്ടാക്കി അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദയിലെ ഓരോ പട്ടണങ്ങളിലും പൂജാഗിരികൾ ഉണ്ടാക്കി. ഓക്കെ, അവിടെ അങ്ങനെ നിർത്തുക. അപ്പം ആ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞതാ. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തത്? ജനങ്ങളെ മുഴുവൻ യഹോവയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ആലയത്തെ അടച്ചുപൂട്ടി അതിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളെയും തച്ചുടച്ചു കളഞ്ഞു. അങ്ങനെ ആരാധന ഒന്നും ഇല്ലാതായി ഈ ജനം മുഴുവൻ ദൈവങ്ങളെയൊക്കെ വിഗ്രഹങ്ങളെ സേവിച്ചു പോകുന്ന ഒരു കാലം. അങ്ങനെ ഈ ആഹാസ് രാജാവ് 16 വർഷം അങ്ങനെ വാണു. അതിനുശേഷം 29-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഇവിടെ ഒരു ട്വിസ്റ്റാ വരുന്നത്. യെഹിസ്കീയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി. 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഇതിനകത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ യെഹിസ്കീയാവിന് വേണമെങ്കിൽ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ അപ്പൻ എങ്ങനെയാ രാജ്യത്തെ ഭരിച്ചതും അദ്ദേഹം ചെയ്ത ദുഷ്പ്രവർത്തികളെല്ലാം കണ്ടു വളർന്ന ഈ പയ്യൻ
വേണമെങ്കിൽ അപ്പന്റെ ആ പാത പിന്തുടരാമായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു യെഹിസ്കീയാവിന്. പക്ഷെ യെഹിസ്കീയാവ് വ്യത്യസ്തനായിരുന്നു. യെഹിസ്കീയാവിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. യെഹിസ്കീയാവ് എന്താ ചെയ്തത്? യെഹിസ്കീയാവ് പിന്നെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഒന്ന് വായിക്കാനും കർത്താവിന്റെ ആ ശരിയായ ലോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും കർത്താവിനെ അന്വേഷിക്കാനും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അതിനുവേണ്ടി അവൻ സമയം വേർതിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ അവൻ തുനിഞ്ഞു. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് യെഹിസ്കീയാവിന്റെ വല്യപ്പച്ചൻ, അതായത് സെക്കറിയാവ്, ഒരു പക്ഷെ അതിനകത്ത് ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. കൊച്ചുമോനെ ആ രീതിയിൽ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടാവും. അമ്മയ്ക്കും അതിലൊരു പങ്കുണ്ടാവാനാണ് ചാൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, ഈ പണ്ട് നാള് മുതലേ പാരമ്പര്യമായിട്ട് ചെയ്തു പോന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ വിശ്വാസകോളത്തില്, പാരമ്പര്യ സഭകള് പാരമ്പര്യമായി ചെയ്തു വരുന്ന കാര്യം, ഇതിനൊന്നും ഒരു മാറ്റം വരാതിരിക്കുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഇപ്പോൾ വരുന്ന ജനറേഷന് അവരൊക്കെ നമ്മൾ നോക്കുമ്പം നമുക്ക് ചിലപ്പം തോന്നും ശരിയല്ലാന്ന് തോന്നും. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ദൈവം ക്രിയേറ്റ് ചെയ്യുന്നു. അവരെല്ലാം ഒരു വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് കാണാനും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അനേക കുഞ്ഞുങ്ങള്. അപ്പൊ അവർ ഈ പാരമ്പര്യമൊക്കെ വിട്ട് ഈ ചില കെട്ടുപാടുകളൊക്കെ വിട്ട് അവർ വ്യത്യസ്തമായ രീതിയിൽ സത്യാന്വേഷികളായെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ സത്യം അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനറേഷൻ ഈ കാലത്തുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഇതിനകത്തുള്ള എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും ആന്റിമാരോടും പറയാണ്, നമ്മുടെ കൊച്ചുമക്കളായാലും നമ്മുടെ മക്കളായാലും മേ ബി ഈ ഒരു ഏജിൽ കാണാതിരിക്കും, 20-25 years ഉള്ള പിള്ളേരുണ്ടായിരിക്കും. നമ്മൾ ഒന്നും ചെയ്യണം. റാണി പാസ്റ്റർ പറഞ്ഞു, എപ്പോഴും അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി വചനം ക്ലെയിം ചെയ്ത് അവർക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മുടെ ഒരു പ്രെയർ കവറിങ് അവരുടെ കൂടെ ഉണ്ടായാൽ മതി. പരിശുദ്ധാത്മ അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചോളും. ആത്മാവാണല്ലോ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്തോളും. ഈ ചില ഇതിൽ നിന്ന് അവരൊരു വേറെ റൂട്ട് എടുത്തിട്ട്, എന്താ പറഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലല്ല, അവർ വ്യത്യസ്തമായി ഈ പാരമ്പര്യത്തിൽ നിന്നൊക്കെ മാറി കർത്താവിനെ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം തലമുറ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൽ വാതിലുകളെ തുറന്ന് അറ്റകുറ്റം തീർത്തു. കണ്ടോ? ഇപ്പൊ ഈ രാജാവ് വാഴ്ച തുടങ്ങാൻ സിംഹാസനം കയറിയിരുന്നുണ്ടെങ്കിൽ ഭരിക്കുകയല്ലേ ചെയ്തത്. ആദ്യം ചെയ്ത് എന്തറിയോ? തന്റെ അപ്പൻ അടച്ചിട്ട് ആലയം ഉണ്ടല്ലോ, 10-16 വർഷമായി ആരാധനയിൽ ഒന്നുമില്ല. ആദ്യം ഈ മോൻ പോയിട്ട് ചെയ്തതാ ആലയത്തിന് വാതിൽ തുറന്നു. എന്നിട്ട് ചെയ്തത് അതിന് അറ്റകുറ്റം തീർത്തു. കണ്ടോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യുവാണ് അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ലേവ്യരെ എന്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനതകൾ നീക്കിക്കളവൻ. ഓക്കെ, അത് താഴോട്ട് ഞാൻ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പം ഈ ലേവ്യരെയും പുരോഹിതന്മാരെയും യെഹിസ്കീയാവ് വിളിച്ചിട്ട് പറയുന്ന കാര്യം ആദ്യം ചെയ്യാൻ പറയുന്നത് ആലയത്തെ ശുദ്ധീകരിക്കണം. അതുപോലെ കെട്ടുപോയ വിളക്കൊന്ന് കത്തിക്കണം. പിന്നെന്ത് ചെയ്യണം? നമ്മുടെ യാഗങ്ങളും ആരാധനകളും എല്ലാം വീണ്ടും നമ്മൾ പുനഃസ്ഥാപിക്കണം, എല്ലാം ഒന്ന് റെസ്റ്റോർ ചെയ്യണം. അതാണ് പറയുന്നത്. എന്നിട്ട് 10-ഉം 11-ാമത്തെ വാക്യം കൊണ്ട് ഞാൻ വായിച്ചോ. യഹോവയുടെ ഉഗ്രകോപം നമ്മളെ വിട്ടുമാറേണ്ടതിന് അവനോടൊരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ആർക്ക്? ഹിസ്കിയാവിന്. ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാണ്, ഒരു നിയമം ചെയ്യാണ്. എന്നിട്ട് ഈ പുരോഹിതന്മാരോടും ലേവ്യരോടും പറയുന്നത് എങ്ങനെ അറിയോ? എന്റെ മക്കളെ എന്നാ വിളിക്കുന്നത് കേട്ടോ. എന്റെ മക്കളെ, ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്. തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തന്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായ ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. ഇതാണ് ഇന്ന് നമ്മളോടും പരിശുദ്ധാത്മാവിന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതാണ്, നമ്മൾ ഇത് ഉപേക്ഷയായി കാണരുത്. ദൈവം നമ്മളെ ഓരോരുത്തരും അവരുടെ ശുശ്രൂഷയ്ക്കായി അവൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രെയർ ആയാലും എല്ലാം ദൈവത്താൽ സംഭവിക്കുന്നതാണ്. ഇത് നമ്മൾ ഉപേക്ഷയായി കാണരുത്. ഇനിയും ഇതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ച. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു വാക്യം ഞാൻ വായിച്ചോളാം. 14-ന്റെ ലാസ്റ്റ്. ഈ രാജാവ് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ലേവ്യർ എഴുന്നേറ്റു കേട്ടോ. തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ വചനപ്രകാരം രാജാവിന്റെ കൽപ്പന അനുസരിച്ചു. അവിടെ നിർത്തുകയാണ്. അപ്പം ഈ രാജാവ് ഇത് പറഞ്ഞ ഉടനെ ലേവ്യർ എന്ത് ചെയ്തു? ലേവ്യര് അവരുടെ സഹോദരങ്ങളെല്ലാം കൂട്ടി
വർഷങ്ങളായല്ലോ ഒന്നും ആരാധന നടക്കുക, ഇതെല്ലാം ഒരു വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാരും വിളിച്ച് അവർ ഒന്നിച്ചു കൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് അവര് അടുത്ത ശുശ്രൂഷകിന്റെ റെഡി ആവുക കേട്ടോ. പിന്നെ നമ്മൾ താഴോട്ട് കാണുന്നത് ഇവർ ആ ശുദ്ധീകരണം നടത്തുന്നു. ആലയത്തിലെ പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് അവർക്കെല്ലാം വ്യത്യസ്തമായ റോളുണ്ട്. 10-16 ദിവസങ്ങൾ എടുത്തിട്ട് ആലയം ശുദ്ധീകരിച്ചു. അതിനുശേഷം ആ കാര്യം രാജാവിനോട് റിപ്പോർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ആരാധനകളും പിന്നെ യാഗങ്ങൾ ആരംഭിക്കുകയാണ്. അതിനകത്ത് 21 ലാസ്റ്റ് ഭാഗം വായിക്കാം. യാഗം കഴിപ്പാൻ അവൻ അഹരോന്യരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അപ്പൊ യാഗങ്ങൾ നടത്തേണ്ടത് ആരാണ്? അഹരോന്യ പുരോഹിതന്മാരാണ് യാഗങ്ങൾ നടത്തുന്നത്. ഇനി 24 ലാസ്റ്റ് വായിക്കാം. എല്ലാ ഇസ്രായേലിനും വേണ്ടി ഹോമയാഗവും പാപയാഗവും കഴിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പം ഈ യാഗം ആർക്ക് വേണ്ടി ചെയ്യുന്നത്? എല്ലാ ഇസ്രായേലിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു രാജ്യം മുഴുവനും മടങ്ങി വരിക കേട്ടോ. ഒരു നേഷൻ വൈഡ് മുഴുവൻ മടങ്ങി വരിക. അപ്പം ഈ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വേണമെങ്കിൽ വായിക്കുകയാണെങ്കിൽ, ഞാൻ വായിക്കുന്നില്ല. ഫസ്റ്റ് ക്രോണിക്കൽസ് 1 പിന്നെ ദിനവൃത്താന്തം 23 അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളില് ഈ ലേവ്യരുടെ ശുശ്രൂഷ അവർ കൊടുത്തിട്ടുണ്ട്. ലേവ്യർ എന്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു അത് പിന്നെ ലേവ്യ പുസ്തകത്തിലും ഉണ്ട്, പല അധ്യായങ്ങൾ അതുണ്ട്. അത് ഞാൻ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇവർക്ക് അവര് മെയിൻലി ഈ അഹരോന പുരോഹിതന്മാർക്ക് അസിസ്റ്റ് ചെയ്യുന്നവർ ഇവര് ശരിക്കും അവർക്ക് അസിസ്റ്റ് ചെയ്യുന്ന എല്ലാ ജോലിക്കും അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം പുരോഹിതന്മാര് ആലയത്തിന്റെ ഉൾഭാഗങ്ങളെല്ലാം ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുന്ന മലിനത ഈ ലേവ്യർക്ക് അവിടുന്ന് അവരുടെ ശുശ്രൂഷ അവരുടെ എടുത്തോണ്ട് പോയി കൊണ്ട് കളയുക. അങ്ങനെ ഇവർക്കെല്ലാം അസിസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇവർക്ക് ഇതിനകത്ത് ഓരോ റോളുണ്ട്. പിന്നെ ഒരു കൂട്ടർ നമ്മൾ ഇവിടെ കാണും, ലേവ്യരെ കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യഹോവയുടെ ആലയത്തിൽ നിർത്തി. പിന്നെ ലേവ്യർ ദാവീദിന്റെ വാദ്യങ്ങളോടും പുരോഹിതന്മാർ കാഹളത്തോടു കൂടി നിന്നു. അപ്പൊ ഇവർക്കെല്ലാം ഓരോരോ റോളുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ എന്റെ ടോപ്പിക് അവിടെ വരുന്നത് കേട്ടോ. ഞാനിത് അതിന്റെ ഒരു സംഖ്യ മനസ്സിലാക്കാൻ ഞാൻ വായിക്കാം. 32ാമത്തെ വാക്യം, 31 ലാസ്റ്റ് തൊട്ട്. അങ്ങനെ സഭ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും നല്ല മനസ്സുള്ളവരെല്ലാവരും ഹോമയാഗങ്ങളും കൊണ്ടുവന്നു. സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ എണ്ണം കാള 70, ആട്ടുകൊറ്റന 100, കുഞ്ഞാട് 200 ഇവയൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗത്തിനായിരുന്നു. നിവേദിത വസ്തുക്കളോ 600 കാളയും 3000 ആടുമായിരുന്നു. അപ്പം ഈ ഒരു ഇതിനകത്ത് നോക്കണം, ആ രാജ്യത്തിന്റെ സകല ജനങ്ങളും സഹകരിക്കുന്നുണ്ട്, അവര് എല്ലാരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ യാഗം നടത്താനൊക്കെ അവര് കൊണ്ടുവരുന്ന ഇതിന്റെ സംഖ്യ വായിച്ചത് വലിയൊരു സംഖ്യയാണ്. ഇതൊക്കെ കൊണ്ടുവന്ന യാഗത്തിന് കൊണ്ടുവന്ന 3000 ഒക്കെയാ കാളകളൊക്കെ. എന്നിട്ട് 34ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധിച്ചോ? പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എവിടെ പോയി പുരോഹിതന്മാർ? ആരും ഇല്ല ഇവിടെ. ഈ ഒരു കാര്യം ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. അടുത്ത ചാപ്റ്ററില് 30ാമത്തെ അധ്യായത്തിന് 3ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരുശലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നത് കൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഉണ്ടോ? ഇവരില്ലാഞ്ഞ എന്താ വെച്ചാൽ ഇവരൊന്നും ആ സമയത്ത് ഇവരല്ല എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാല് അതിന് അതാണ് 28ാമത്തെ അധ്യായം വായിക്കാമെന്ന് പറഞ്ഞത്. ഈ 16 വർഷം ഈ ആലയത്തിൽ ആരാധന ഒന്നും ഇല്ലാതെ എല്ലാം അടച്ച് എല്ലാം ഇപ്പം ഈ പുരോഹിതന്മാരൊന്നും അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയൊന്നും ചെയ്യാതെ അവരൊക്കെ വേറെ ഏതോ വേലയ്ക്ക് പോയി. കാരണം ആലയത്തിലെ ശുശ്രൂഷയില്ല, സഭയില്ല, ശുശ്രൂഷയില്ല. ഇപ്പൊ എന്താ ചെയ്യുക? അപ്പൊ അവരവരുടെ വേലയ്ക്ക് പോയി. ഇപ്പൊ ഇവിടെ ഈ ഹിസ്കിയാവ് വന്നപ്പം പുള്ളി വന്ന് കയറിയപ്പോഴേ ആദ്യമേ ആലയം അങ്ങ് തുറന്നു. അപ്പൊ ഈ 29ാം അധ്യായത്തിൽ നമ്മൾ 29ാം അധ്യായത്തിന്റെ 34ാമത്തെ വാക്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നേ. അതിനോട് ചേർന്ന് തന്നെ ഈ പുരോഹിതന്മാർ എന്തുകൊണ്ടാ ചുരുക്കമായതിന്റെ ഒരു കാരണം എഴുതിയിരിക്കുന്നത് 30ാമത്തെ അധ്യായം, അടുത്ത അധ്യായത്തിന്റെ 3ാമത്തെ വാക്യം. കിട്ടിയല്ലോ അല്ലെ? പുരോഹിതന്മാർ വേണ്ടുന്ന അത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെ ജനം യെരുശലേമിൽ ഒരുമിച്ച് കൂടാതെ ഇരുന്നത് കൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല.
ഓക്കെ. അപ്പം ഈ 30-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പറയാം, അത് വേറെ കാര്യമാണ്. അപ്പം ഈ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്പൊ ഇവരെല്ലാം പിന്നെ ആലയം അഹാസിന്റെ കാലത്ത് ആലയം അടഞ്ഞു കിടന്നത് കൊണ്ടും ആരാധനകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും ഈ പുരോഹിതന്മാരെല്ലാം പല രീതിയിൽ അവരൊക്കെ എന്തൊക്കെയോ വേലയ്ക്കൊക്കെ പോയി. അത് കാരണം ഹെസ്കിയാ വന്ന ഉടനെ ആലയം തുറന്നപ്പോൾ ശുശ്രൂഷ നടത്താൻ പുരോഹിതന്മാരുടെ എണ്ണം ഇല്ല, കുറവായിപ്പോയി. കാരണം ആ ഒരു ശുശ്രൂഷ പറഞ്ഞാൽ ചാടിക്കേറി ഇങ്ങോട്ട് വന്നങ്ങോട്ട് ആലയത്തിൽ കയറി ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം, റിച്വൽ പ്യൂരിഫിക്കേഷൻ നടക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കത്തില്ല. മേ ബി 7 days 14 days ഒക്കെ എടുക്കുമായിരിക്കും പുരോഹിതന്മാരെ ശുശ്രൂഷ. കാരണം അവർ ഓരോ പാപത്തിനനുസരിച്ചുള്ള ശുദ്ധീകരണം നടക്കണമല്ലോ. അപ്പൊ ഇവിടെ അത് കാരണം ഇവരുടെ ആൾക്കാര് സംഖ്യ കുറവാ. പിന്നെ ഞാൻ ഈ 30-ാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരൂശലേമിൽ ഒരുമിച്ച് കൂടാതെ ഇരുന്നത് കൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം 30-ാമത്തെ അധ്യായം ഈ 29-ാം അധ്യായത്തിൽ നടക്കുന്നത് ആലയത്തിന്റെ ശുദ്ധീകരണവും ആലയത്തിന്റെ പുനഃസമർപ്പണം നടക്കുക. മനസ്സിലായോ? ക്ലെൻസിങ് ആൻഡ് റീഡെഡിക്കേഷൻ ഓഫ് ദ ടെമ്പിൾ നടക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമാണ് പെസഹ പെരുന്നാള്. അതിന്റെ കൂട്ടത്തിൽ നടത്തേണ്ടതാ. അതാണ് 30-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ പെസഹ പെരുന്നാൾ നടത്തേണ്ട സമയം ആയപ്പോഴും നമ്മുടെ പുരോഹിതന്മാർ ഒന്നും പാസ്റ്റർമാരൊന്നും എത്തിയിട്ടില്ല. ശുദ്ധീകരണം നടക്കും അവിടെ. ഓക്കെ. ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്. 30-ന്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തർക്ക് വേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർക്ക് ഭരമേറ്റിരുന്നു. കണ്ടോ? ലേവ്യരെ ഭരമേറ്റിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വിശുദ്ധീകരണം കൂടാതെ വന്നത് കൊണ്ട് ഇവർക്കൊക്കെ വേണ്ട ആരാ ചെയ്യുന്നത്? ലേവ്യരാ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ പാസ്റ്റർമാർ വന്നിട്ടില്ല. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഇനി നമ്മൾ പുറമോട്ട് പോവാവേ. 29-ാം അധ്യായത്തിന്റെ 34-ന്റെ അടുത്ത ഭാഗം ഞാൻ വായിക്കാൻ പോവാം. നമ്മൾ വായിച്ചത് പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെ കേട്ടില്ല. എന്റെ 24-34 സെക്കൻഡ് പാർട്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരെ ലേവ്യർ ആ വേല തീരുവോളം പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളം അവരെ സഹായിച്ചു. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ച? ഇപ്പൊ പാസ്റ്റർമാര് കുറവായതുകൊണ്ടും ഈ അവര് ചെയ്യേണ്ട വേലയാണ് ഈ ഹോമയാഗത്തിന് കൊണ്ടുവന്ന മൃഗങ്ങളെ തോലുരിക്കുക. അത് ലേവ്യർ 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പിന്നെ നോക്കിയാൽ മതിയേ. അപ്പം ഈ തോലൊരിക്കുന്നത് പുരോഹിതന്മാരെ ചെയ്യേണ്ടത്, അത് ലേവ്യരല്ല ചെയ്യേണ്ടേ. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ഈ ഒരു യെരൂശലേം മുഴുവൻ ഉണർവ് നടക്കുക, ഒരു റിവൈവലാ. ശരിക്കും ഇവിടെ ഒരു റിവൈവൽ മീറ്റിംഗ് നടക്കുമ്പോ യാഗം നടത്താൻ ഇവിടെ പാസ്റ്റർമാരില്ലാതെ അവിടെ നിർത്താൻ പറ്റത്തില്ല ഇത്. കാരണം അവിടെ എല്ലാം കിടക്കുന്ന അലപ്പ ആടും മാടും കാളയും പോത്തും അല്ലേ, എത്ര എണ്ണം? 600 3000 എണ്ണം ഉണ്ട്. ഇനി പാസ്റ്റർമാർ വന്നിട്ട് ചെയ്യാന്ന് പറയാൻ ഒക്കത്തില്ല. ഇത് എമർജൻസിയാ. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായി? നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഹല്ലേലൂയ. ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്ത് ചെയ്തു ഈ ലേവ്യർ? എന്ത് ചെയ്തു? അവര് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകണം. അവര് നോർമൽ ലോ ബ്രേക്ക് ചെയ്തു. ഇവിടെ ലേവ്യര് എന്തോ ബ്രേക്ക് ചെയ്തേ? അവർക്ക് അവരുടേതായ ചില റോളും ഉണ്ട് ലേവ്യർക്ക്. ഇവർക്ക് അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവർ, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവര്. പുരോഹിതന്മാരെ മെയിൻ കർമ്മം ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പുരോഹിതന്മാർ മെയിൻ കർമ്മം ചെയ്യാനില്ല എന്നതുകൊണ്ട് ഇവർ അങ്ങോട്ട് കയറി അങ്ങോട്ട് മുന്നോട്ട്. അപ്പൊ അവർ നിയമം ലംഘിച്ചു. പക്ഷെ ലംഘിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? നോർമൽ റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യേണ്ട നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ മറികടന്ന്, അതായത് ദേ ക്രോസ്ഡ് ദ ട്രഡീഷണൽ റോൾ എന്ന് പറയാം. ദേ ക്രോസ്ഡ് ദ ട്രഡീഷണൽ റോൾ. ഒരു സ്റ്റെപ്പോട് മുന്നോട്ട് വെച്ച് പുരോഹിതന്റെ ശുശ്രൂഷ ഇവരേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. കാരണം മറ്റൊരു ശുദ്ധീകരിച്ച് ഇവിടെ വരണം, സമയമെടുക്കും.
മനസ്സിലായി? അതുവരെ ഇതൊന്നും ഈ മൃഗങ്ങൾ ഇവിടെ നിൽക്കലടങ്ങി. അപ്പം കാര്യങ്ങൾ നടക്കണം. അപ്പം അവര് ആ സ്റ്റെപ്പിലേക്ക് കയറി പുരോഹിതന്റെ ആ ശുശ്രൂഷ ചെയ്തു. എന്നിട്ട് അതിനകത്ത് കാരണം ഒന്നുണ്ട്, താഴോട്ട് നമുക്ക് വായിക്കാവേ. ആ വേല തീരുവോളം പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളം അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ആ വചനം. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ, അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് ഈ ലേവ്യർ പുരോഹിതന്മാരെക്കാട്ടിലും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ അവർ ഉത്സാഹമുള്ളവരായിരുന്നു. നമ്മളിപ്പോ വായിച്ചതുപോലെ നെഹമ്യാവ് കൂട്ടരും ഉത്സാഹത്തോടെ ചെയ്തതുപോലെ അവർ ഈ കാര്യത്തിൽ വളരെ ഉത്സാഹികളായിരുന്നത് കൊണ്ടും അവർക്ക് ആ ഒരു പ്രാഗൽഭ്യം ഉണ്ട് അവർക്ക് ചെയ്യാൻ. അപ്പം ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്, അവര് നോർമൽ റൂൾ തെറ്റിച്ചു. രണ്ടാമത്തെ കാര്യം അവരെന്ത് ചെയ്തു, അവര് ചെയ്യാൻ പറ്റാത്ത ആ ഒരു റോളിലേക്ക്, പുരോഹിതന്റെ റോളിലേക്ക് ഇവര് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. 1 സ്റ്റെപ്പ് ഫോർവേഡ് കയറി പൗരോഹിത്യ ശുശ്രൂഷ, അവർ തോലൊരിക്കുന്ന ശുശ്രൂഷ ഇവരങ്ങ് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. മൂന്നാമത്തെ കാര്യം എന്തുവാ, they took wise decision. വൈസായിട്ടുള്ള ഡിസിഷൻ അവർ എടുത്തു. ബിക്കോസ് അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഉത്സാഹമുള്ളവരായിരുന്നത് കൊണ്ടും ആ ഒരു പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ടും അവരെ എടുത്ത ഡിസിഷൻ വൈസായിരുന്നു. ഓക്കെ. പിന്നെ നാലാമത്തെ കാര്യം എന്താ, നാലാമത്തെ പോയിന്റ്, they filled the gap. ആ ഗ്യാപ്പ്, പുരോഹിതന്മാരില്ലാത്തതിന്റെ ആ ഗ്യാപ്പ് അവരങ്ങ് ഫില്ല് ചെയ്തു. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് നമ്മൾ വായിക്കുന്നത്, ഓക്കെ, എന്നിട്ട് ഞാൻ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ലേവ്യർ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് അവർ കടന്ന ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ ചെയ്ത് നിറവേറ്റി, കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്ന ഇത് സംഗതി ആരും ആ കുറവ് അറിഞ്ഞില്ല കേട്ടോ. ആ പാസ്റ്റർമാരില്ലാതെ കുറവെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നീറ്റായിട്ട് നടന്നല്ല. എന്നിട്ട് ഹോമയാഗങ്ങൾ, സമാധാന യാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു കേട്ടോ. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി എല്ലാം ഭംഗിയായി നടന്നു. ഇനി ഈ ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ ലേവ്യർ അവരുടെ നോർമൽ ചെയ്യുന്ന ഡ്യൂട്ടിയെ കവർന്ന് അല്ലെങ്കിൽ എന്താ പറയുന്നേ, അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും പുരോഹിതന്മാരുടെ പോരായ്മ അവര് നികത്തി ചെയ്യേണ്ടത് അവർ ചെയ്തു. അപ്പൊ അവിടെ ഒരു ലോ ബ്രേക്കായി. ഇനിയും അതുപോലെ ഒരു ലോ ഇവിടെ രാജാവ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 30-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. 30-18 വലിയൊരു ഈ 30-ാം അധ്യായത്തിൽ നടക്കുന്നത് പെസഹ പെരുന്നാളാണ് കേട്ടോ. ഈ പെസഹ പെരുന്നാൾ നടക്കുന്നതിന് മുമ്പ് ഈ രാജാവ് ആ ഒരു യെരൂശലേമിലെ മുഴുവൻ അവര് ആൾക്കാരെ വിട്ട് ലെറ്റർ കൊടുക്കാൻ നടക്കുക. അതായത് ഇന്നത്തെ കാലത്ത് പറഞ്ഞ ടെലഗ്രാം അല്ലെ ഇമെയിൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു വലിയൊരു മഹാ കൂട്ടായ്മ, ഒരു സംഗമം, ഒരു കൂടുപേര് നടക്കാൻ പോവാണ്, എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന്. അപ്പൊ ഇങ്ങനെ മെസ്സേജ് കൊടുത്തപ്പോൾ 18-ാമത്തെ വാക്യം നോക്ക, 30-18 വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനശ്ശയിൽ നിന്നും ഇസാക്കാരിൽ നിന്നും സെബൂലൂനിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. ഇതാണ്ട് നടക്കുന്നു. 4 ഗോത്രക്കാർ വന്ന് അവർ ഈ പറഞ്ഞ പോലെ നിയമം അനുസരിച്ച് നടക്കേണ്ട വിശുദ്ധീകരണം നടത്താതെ അവര് പെസഹ തിന്നു. എന്തു പറ്റി? ഇനിയിപ്പോ എന്ത് സംഭവിക്കുക? അടുത്ത വാക്യം 19. എന്നാൽ അത് വണ്ടർലൈൻ, എന്നാൽ യെഹെസ്ക്യാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പൊ യെഹെസ്ക്യാവ് എന്തോ ചെയ്യുന്നത്? യെഹെസ്ക്യാവ് ഒരു പ്രീസ്റ്റ്ഹുഡ് റോൾ അല്ല അത് ചെയ്യുന്നത്. ആ യെഹെസ്ക്യാവിന്റെ പ്രാർത്ഥന കേൾക്കാമേ. എന്നാൽ യെഹെസ്ക്യാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ, തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വെക്കുന്ന എല്ലാവനോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കണ്ടോ? ഒരു മധ്യസ്ഥ പ്രാർത്ഥന യെഹെസ്ക്യാവ് നടത്തുന്നത്.
പാസ്റ്റർ ആലിസ് ഒന്ന് വായിക്കാമോ ഒന്നൂടെ? അതിന്റെ 20 വരെ വായിക്കേണ്ടി വരും. യഹോവ ഹിസ്കിയാവിനെ ഞാനത് അത് ഓരോന്ന് പറഞ്ഞു പോവാന്നും കണ്ട ഞാൻ. കുഴപ്പമില്ല, വായിച്ചോ. യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കിയെന്ന് വരെ വായിക്കണം. എവിടെ തൊട്ടേ വായിക്കണ്ടേ? 18 മുതല്. വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ഇസ്സാഖാരിൽ നിന്നും സെബൂലൂനിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. എന്നാൽ യെഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ മന്ദിരത്തിനാവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ, തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിക്കുവാൻ മനസ്സുവെക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യഹോവ യെഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. അങ്ങനെ ഞാൻ അവിടം വരെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രാജാവ് മുഴുവൻ ജനത്തിന് വേണ്ടി മധ്യസ്ഥാണക്കിയ അല്ലെ. ആ പ്രാർത്ഥന തന്നെ എന്ത് രസമായിട്ടാണ് അത് പ്രാർത്ഥിച്ചിരിക്കുന്നത്. കർത്താവെ, ഈ ആലയത്തിലെ ഈ ആലയത്തിൽ നടക്കേണ്ട വിശുദ്ധീകരണം അനുസരിച്ച് ഇവര് ആയില്ലെങ്കിലും, ഇവര് വിശുദ്ധരല്ല എങ്കിലും ദൈവമേ, അവര് നിന്നെ അന്വേഷിക്കാനുള്ള മനസ്സ് വെച്ചത് കൊണ്ടും നീ ദയാലു ആയതുകൊണ്ടും കർത്താവെ നീ ക്ഷമിക്കണമേന്ന്. അപ്പൊ അന്നത്തെ ആ പ്രമാണം അനുസരിച്ചാണെങ്കിൽ കർത്താവ് കൊന്നു കളയണ്ടേ ഇതുങ്ങളൊക്കെ? നിയമം ലംഘിച്ചില്ലേ? പക്ഷെ ഈ യെഹിസ്കിയാവിന്റെ പ്രാർത്ഥന അതാണ്. അപ്പൊ യെഹിസ്കിയാവിനകത്ത് ഊന്നി പറഞ്ഞ ഒരു വിഷയം അതാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതായത് ദൈവത്തെ അന്വേഷിക്കാൻ അവർ മനസ്സ് വെച്ചു. അതാണ് അടുത്ത വലിയ കാര്യം. ആ ഒരു ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ യെഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, അറ്റ്ലീസ്റ്റ് നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം ഈ ജനമെല്ലാം നിന്നെ ഒന്ന് അന്വേഷിക്കാൻ അവർ മനസ്സ് വെച്ചത് കൊണ്ടും, പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ പറ്റിയാ പറഞ്ഞത്, നീ മഹാദയാലു ആയതുകൊണ്ടും. അത് 103-ാമത്തെ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ആകാശം ഭൂമിക്ക് മീതെ നിൽക്കുന്നത് പോലെ, ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലിയതാകുന്നു എന്ന്, അല്ലെ? അപ്പൊ അത്രയും ആസ് ദ ഹെവൻ ഈസ് സോ മച്ച് ഹൈ അബൌവ് ദാറ്റ്, അത്രയും ഇത് വ്യത്യാസം പോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരോട് അതുപോലെ വിലയേറിയതാ. അപ്പൊ അങ്ങനെ ഒരു വാചനം കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ദൈവത്തിന്റെ ആ മഹാദയ നിമിത്തം പിന്നെ യെഹിസ്കിയാവിന്റെ ആ ഒരു പ്രാർത്ഥന എത്ര ഭംഗിയായിട്ടാ ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൈവം എന്ത് ചെയ്തു? ഈ ജനത്തെ സൗഖ്യമാക്കി. അപ്പൊ ഇവരെല്ലാം ആ നിയമം ലംഘിച്ചാണ്, അവര് വേണ്ട ആ വിശുദ്ധീകരണ പ്രക്രിയ ഒന്നും ചെയ്യാതാണ് ഇവർ വന്ന് പെസഹ കഴിച്ചു. പക്ഷെ അവിടെയും ഈ യെഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഈ യെഹിസ്കിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ക്ഷമിച്ചു. അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവേണ്ടത്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഇപ്പൊ നാളെ ഞാൻ പറയാം, സപ്പോസ് നമ്മുടെ ഇന്ത്യയിൽ 29 സംസ്ഥാനത്ത് ഇതുപോലെ ഒരാൾ എണ്ണീറ്റിട്ട് ഒരു ഉണർവ് നടക്കാന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു ഉണർവ് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുരോഹിതന്മാരുടെ ക്ഷാമം, അല്ലെ പുരോഹിതന്മാർ വേണ്ടതുപോലെ ഇല്ലാതെ വന്നാൽ എന്തോ ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. അതായത് ഈ ലേവ്യരെ പോലെ എപ്പോഴും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ അവർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു എന്നാണ്. സ്തോത്രം. അപ്പൊ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നത്. ആർ യു വില്ലിംഗ് ടു സെർവ്? കർത്താവ് പറഞ്ഞ ചെയ്യാൻ നീ തയ്യാറാണോ? അതിനാണ് ദൈവം നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്സാഹവും നമ്മുടെ വില്ലിങ്നെസ്സും ഒക്കെ ദൈവം നോക്കുന്ന, അല്ലാതെ നിന്റെ ഒഫീഷ്യൽ പൊസിഷൻ ഒന്നും ദൈവത്തിനൊരു വിഷയമേ അല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ നന്ദി. അപ്പൊ നമ്മള് 1 പീറ്റർ ചാപ്റ്റർ 2 1 പത്രോസ് 2:4-5 വാക്യം ഞാൻ വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ
ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രം. അതിന്റെ ആ കുറച്ചുകൂടി ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് വായിച്ചാൽ ഇംഗ്ലീഷിൽ വായിക്കുന്ന കുറച്ചുകൂടി ഭംഗി. എനിവേ, അപ്പൊ നമ്മള് ഓരോരുത്തരും ദൈവം ഒരു ഹോളി പ്രീസ്റ്റ്ഹുഡ് ആക്കി നമ്മൾ ആക്കിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു പിന്നെ ആത്മീയ ഗ്രഹമായി മാറുന്നത്. നമ്മൾ ആത്മീയ ഗ്രഹമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവ് ആക്കിയിരിക്കുന്ന ആത്മീയ വേല ചെയ്യാനുള്ള വിശുദ്ധ പുരോഹിതന്മാരാണ് നമ്മള്, അല്ലേ? നമ്മൾ ഓരോരുത്തരും വിശുദ്ധ പുരോഹിതന്മാരാണ്. കൊരിന്ത്യയിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവനൊക്കെയും അവനുമായി ഏകാത്മാവാകുന്നു. ഗലാത്യ ലേഖനം 3 അവസാന ഭാഗത്ത് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, പിന്നെ സ്വതന്ത്രനെന്നില്ല, ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ, അല്ലേ? അപ്പം നമ്മൾ ഇതിനകത്ത് അങ്ങനെ മനുഷ്യർ പറയുന്ന പോലെ അങ്ങനെ ഒരു വേർതിരിവില്ല. ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നത്രേ എന്നാ കർത്താവ് പറയുന്നത്. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് us നമ്മൾ ദൈവത്തിന് ഹോളി പ്രീസ്റ്റാ. ചാപ്റ്റർ 9 അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. 9ാമത്തെ വാക്യത്തിൽ 2:9 എഴുതിയിരിക്കുന്നു, നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തന്നെ അത്ഭുത പ്രകാശത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, കേട്ടോ, ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും, അതായത് ഹോളി പ്രീസ്റ്റ്ഹുഡ്, വിശുദ്ധ വംശം, ഹോളി നേഷൻ, സ്വന്തം ജനമാകുന്നു. പെക്യൂലിയർ പീപ്പിൾ ആണ് നമ്മള് ദൈവത്തിന്റെ. അപ്പം നമുക്ക് ദൈവം ആ ഒരു പഴയ നിയമത്തിൽ അവർ അങ്ങനെ ഒരു റോളും പൊസിഷനും ഒക്കെ ആലയത്തിൽ വെച്ചിരിക്കുന്നെങ്കിലും ദൈവം ആ ക്രൂശ മരണത്തോടും ദൈവം അതിനെല്ലാം അബോളിഷ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രീസ്റ്റ്ഹുഡ് ആക്കി ആ പ്രീസ്റ്റ്ഹുഡ് സിസ്റ്റർ മ്യൂട്ട് ആയിട്ടുണ്ടേ. ഹല്ലേലൂയ. ജോ സിസ്റ്റർ അപ്പൊ ഓക്കെ. കറണ്ട് പോണേ, മഴ ആയതുകൊണ്ടേ. അപ്പം ഇപ്പൊ ഇരുട്ട, എനിക്കൊന്നും കാണുന്നില്ല. ഒന്ന് റാണി പാസ്റ്റർ, ആലിസ് പാസ്റ്റർ ആ ഒരു റോമാലേഖനം 12 ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഞാൻ ഇവിടെ നിർത്തുക. അല്ലേ? അത് വായിച്ചു കിട്ടോ, ജസ്റ്റ് വായിച്ചു കിട്ടോ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഓക്കെ, അപ്പം നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ തന്നെ അർപ്പിക്കാനാണ് ദൈവം ഇവിടെ പറയുന്നത്. അപ്പം ഈ ലേവ്യരെ പോലെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഉത്സാഹമുള്ളവരായി നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി നമ്മളെ അർപ്പിച്ച് ആ കർത്താവിനോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ ഇതുപോലെ ഉള്ള ചില എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും ആ സമയത്ത്. ഞാനീ പറയുന്നത് നമ്മൾ ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇപ്പൊ നാളെ പോയി ഒരു സഭയിലോട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പാസ്റ്റർ ആവുന്ന അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഏത് ആത്മീയ ശുശ്രൂഷ, എത്രയോ ആത്മീയ ശുശ്രൂഷകളില്ലേ? അപ്പം ദൈവം ചിലപ്പോൾ നമ്മളെ ബലഹീനത താങ്ങാനായിരിക്കും, അവരെ വാക്കുകൊണ്ട് ബലപ്പെടുത്താനായിരിക്കും. അതല്ല ചില ആത്മീയ ശുശ്രൂഷ. ഇപ്പം മാത്യു ചാപ്റ്റർ 28 ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിപ്പാൻ തക്കവണ്ണം സകല ജാതികളെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ, അല്ലെ? അപ്പം ഇവരെല്ലാം ശിഷ്യന്മാരാക്കിക്കൊള്ളുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീഡം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരാന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവം തക്ക സമയത്ത് ദൈവത്തിൻ്റെതായ പ്രവൃത്തി ദൈവം നമ്മളിൽ കൂടി ചെയ്യും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായിട്ട് ദൈവം അനേകരെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഒരുങ്ങിക്കഴിഞ്ഞു.
നമ്മൾ റാണി പാസ്റ്ററും അതുപോലെ ഒരു ശുശ്രൂഷ ഇപ്പൊ ചെയ്യുന്നത്, അനേകർ ഒരുക്കുകയാണ് അതിനു വേണ്ടി, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ എടുത്ത അധ്യായത്തിന്റെ ലാസ്റ്റ് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിർത്തുകയാണ്. 29 അധ്യായം 36 അവസാന ഭാഗം. ജനത്തിന് ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ യെഹെസ്ക്യാവും സകല ജനവും സന്തോഷിച്ചു. അടുത്ത വാക്യം വായിക്കണം കേട്ടോണേ. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. 2 ദിനവൃത്താന്തം 29 അധ്യായത്തിന് 36 വാക്യം, അതിന്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. 2 ദിനവൃത്താന്തം 29:36. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Holy Spirit. Thank you, Father. Hallelujah. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. മഹത്വം പുകഴ്ചയും സർവം സമാപിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം.